മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയാണ് മരിച്ചത്. ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാബിനിലേക്ക് പോയ ഇയാളെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തലയ്ക്ക് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. സംഭവം കൊലപാതകമാണെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജപാണ്ഡിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാത്രിയിലും രാജപാണ്ഡി സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്നതായാണ് വിവരം. രാവിലെ വേറെയും സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയതോടെ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് രാജപാണ്ഡി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയി. ഏറെ സമയം കഴിഞ്ഞും ഇയാൾ തിരികെ എത്താതെ വന്നതോടെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. நைட் வச்சுட்டு காலையில் சாப்பிட்றதுக்கு அங்கே சோறு ஆக்கி இருக்குது. இங்கே இது குழம்பு வைக்கிறதுக்கு ஆள் வந்து சாப்பிட்டுட்டு வரணும்னு வந்தது. அதுக்கு பிறகு திருப்பி நானும் சாப்பிடவே இல்லை. அது பிறகு திருப்பி 12:30 ஆக சரி ஆள் வரல அப்படின்னு பார்க்கும்போது நான் கூண்டு வண்டி வரும். கூண்டு வண்டி வந்துச்சுன்னா நான் அங்கே போட்டுட்டு நான் இங்கே வர முடியாது. அதனால் அங்கே வெயிட் வாஷ் பண்ணாங்க. வெயிட் வாஷ் பண்ணும்போது அவங்க போய் ஒரு வாட்டி பார்த்துட்டு வாங்கன்னு சொன்னேன். അവൻ പാത്തിട്ട് വന്ന് சொன்னപ്പോഴാണ് എന്നെ കേട്ടത്. വിവരമറിഞ്ഞതോടെ മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി. ഭിത്തിയിൽ ചോരക്കറയുള്ളതായും രാജപാണ്ഡിയുടെ തലയിൽ ആഴത്തിൽ മുറിവുള്ളതായും വിവരമുണ്ട്. സംഭവത്തിന് പിന്നിൽ കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ ജീവനക്കാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലിക്ക് നൽകുന്ന കമ്പനിയുടെ കീഴിലാണ് ചൊക്കനാട് എസ്റ്റേറ്റിൽ രാജപാണ്ഡി ജോലി ചെയ്തു വന്നിരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.